ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഫോർമുല എങ്ങനെ യൂസ് ചെയ്യാം, അതായത് nth ടേമിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിരുന്നു. എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഓക്കെ, ഇതാണ് nth ടേമിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ പ്രോബ്ലംസ് വരും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ 4 ടേംസ് ആണുള്ളത് അല്ലേ. ഇതിൽ 4 ടേംസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ഫസ്റ്റ് ടേമിനാണ് എപ്പോഴും എ എന്ന് പറയുന്നത്. പിന്നെ ഡി എന്നുള്ളത് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഡൗട്ടോ വരേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി നമുക്ക് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എ ആയിട്ട് യൂസ് ചെയ്യാം. അതല്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് ക്ലിയർ ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിൽ നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അതുപോലെ കോമൺ ഡിഫറൻസിലും കൺഫ്യൂഷൻ വരില്ല. കാരണം അതും നമുക്ക് ഈസിലി മനസ്സിലാവുന്ന കാര്യമാണ്. എപ്പോഴും സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉള്ളത് എന്ത് എൻ എടുക്കണം, എന്ത് എ എൻ എടുക്കണം എന്നുള്ളിടത്താണ് കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, എൻ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ പൊസിഷനാണ്. ഓക്കെ, അത് എവിടെയാണ് കിടക്കുന്നതെന്നുള്ളത്. എ എൻ എന്ന് പറയുന്നത് അതിൻ്റെ nth ടേം ആണ്. അതായത് ആ എൻ എന്നുള്ള പൊസിഷനിൽ കിടക്കുന്ന ഒരു ടേമാണ് എ എൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കൊരു എ പി ഉണ്ട് 1, 3, 5, 7, 9. ഓക്കെ, ഇതൊരു എ പി ആണെന്ന് വെച്ചോ. ഇതിൻ്റെ ഫസ്റ്റ് ടേം നമുക്ക് ഒറ്റയടിക്ക് അറിയാം, എ ഈക്വൽ ടു 1 ആണെന്നുള്ളത്. ഇനി ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലേ. 3 - 1 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പാടൊന്നുമില്ല. ഇനി ഞാൻ ക്വസ്റ്റ്യനിൽ പറയുവാണ്, ഇതിൻ്റെ 11th അല്ലെങ്കിൽ 21st പൊസിഷനിൽ കിടക്കുന്ന ടേം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓക്കെ, ടേം അറ്റ് 21st പൊസിഷൻ, അല്ലെങ്കിൽ അത് ചോദിക്കുക ചിലപ്പോൾ 21st ടേം എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ തേർഡ്, ഓക്കെ, അല്ലെങ്കിൽ ഫോർത്ത്, ഓക്കെ, ഇങ്ങനെയൊക്കെ ആ ഒരു പൊസിഷൻ കാണിക്കാനാണ് ഈ ഇങ്ങനത്തെ ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ, ഈ 21 എന്നുള്ളത് എൻ ആണ് തന്നേക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നതെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്, എൻ തന്നിട്ടുണ്ട്. 21 എന്നുള്ളത് എ എൻ ആണ് കണ്ടുപിടിക്കാൻ ബാലൻസ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് എഴുതാം? എ എൻ ഈക്വൽ ടു എ പ്ലസ്, അപ്പോൾ എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 1 ആണ്. അപ്പോൾ 1 പ്ലസ് എൻ മൈനസ് 1. എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ എന്ന് പറയുന്നത് ഇവിടെ 21 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ എ എൻ എഴുതണമെന്നില്ല, എ 21 എന്നാണ് എഴുതേണ്ടത്. കാരണം നമ്മൾ 21th ടേം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 21 - 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. 1 + 20 × 2, അതായത് 20 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40. 40 + 1 41. ഓക്കെ, അപ്പോൾ എ എൻ തന്നിട്ടില്ലായിരുന്നു, ബാക്കിയെല്ലാം തന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്, അപ്പോൾ ഇതേ ഇതിൽ തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് എന്താണ്? 53 എന്നുള്ളത് എത്രാമത്തെ ടേം ആണെന്നുള്ളത്. അതായത് വിച്ച് ടേം വിൽ ബി 53 എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ഓക്കെ, എത്രാമത്തെ ടേം ആണ് 53? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ്? നമുക്കിവിടെ വീണ്ടും എ അറിയാം, ഡി അറിയാം. ഇനി 53 എന്നുള്ളത് ഇതിലെ എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 53rd ടേം എന്നല്ല ചോദിച്ചേക്കുന്നത്. 53 എന്നുള്ളത് ഒരു ടേം ആണ്, അത് എവിടെയാണ് കിടക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ എ എൻ ആണ് അവിടെ തന്നേക്കുന്നത് 53 എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻ ആണ് കണ്ട് പിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയും സെയിം ഇക്വേഷൻ തന്നെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ എ എൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് 53 ഈക്വൽ ടു എ പ്ലസ്, അതായത് 1 + n - 1 ഇൻറ്റു എൻ അറിയില്ലായിരുന്നു, ഡി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ
53 minus 1 equal to n minus 1 into 2. 53 minus 1 എന്ന് പറയുമ്പോൾ 52 വരും. 52 ഈ 2 ഇങ്ങോട്ട് താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു n മൈനസ് 1 എന്ന് വരും. അപ്പോൾ 52/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 എന്ന് വരും. അപ്പോൾ 26 ഈക്വൽ ടു n മൈനസ് 1. ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 26 പ്ലസ് 1 ഈക്വൽ ടു n. ഓക്കെ, അതായത് n ഈക്വൽ ടു 26 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 27 എന്ന് വരും. അതായത് ഈ 53 കിടക്കാൻ പോകുന്നത് എന്താണ്? 27ാമത്തെ പൊസിഷനിലായിരിക്കും 53 എന്നുള്ള നമ്പർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും കണ്ടുപിടിക്കാൻ പറയാം. അതല്ല, ചിലപ്പോൾ 2 ടേം തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരെണ്ണം 10ാമത്തെയാണ്, മറ്റേത് 20ാമത്തെ ടേമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എയും ഡിയും കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫോർമുലയിൽ ഈ 4 കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ ഏതൊക്കെയാണോ തന്നേക്കുന്നത് അതിൻ്റെ വാല്യൂ ഇടുക, മറ്റേതിൻ്റെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഇത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിക്കാമെന്ന് വെച്ചോ. ഇപ്പോൾ നമുക്കൊരു പുതിയ AP തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു AP തന്നിട്ടുണ്ട്. 2, 4, 6, 8, 10 ഇങ്ങനെ പോയി നമുക്ക് 44 വരെ തന്നിട്ടുണ്ടെന്ന് വെച്ചോ. അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ടേം 44 ആണ് തന്നിട്ടുണ്ട്. ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഹൗ മെനി ടേംസ് ആർ ദെയർ എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചോ. ഹൗ മെനി ടേംസ് ആർ ദെയർ. ഓക്കെ, ഈ ചോദ്യത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ എത്ര ടേം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ 44ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ 44 എത്രാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി, അല്ലേ? ഇതിപ്പോൾ 10ാമതാണ് കിടക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? മൊത്തം 10 ടേം ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഇതിപ്പോൾ 20ാമത്തെ പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? മൊത്തം 20 ടേംസ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? n എന്ന് പറയുന്നത് 44 ആക്കി എടുക്കും. നമുക്ക് n-ൻ്റെ വാല്യൂ അപ്പോൾ അറിയില്ല. എയുടെ വാല്യൂ 2 ആണ്, ഡിയുടെ വാല്യൂ ഇവിടെയും 2 ആണ്. ഓക്കെ, 4 മൈനസ് 2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 44 an ഈക്വൽ ടു a പ്ലസ്, അതായത് 2 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2. ഓക്കെ, അപ്പോൾ 44 ഈ 2 ഇങ്ങോട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 44 മൈനസ് 2 ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു 2. അപ്പോൾ ഇത് 42 എന്ന് വരും. 44 മൈനസ് 2. പിന്നെ ഇവിടെ ഈ 2 ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ ബൈ 2 ഈക്വൽ ടു n മൈനസ് 1. അപ്പോൾ ഇത് 21 ആയിരിക്കും. ഇപ്പോൾ n ഈക്വൽ ടു 21 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ n ഈക്വൽ ടു 22 എന്ന് ആൻസർ വരും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ മൊത്തം എത്ര ടേംസ് ഉണ്ട്? 22 ടേംസ് ഉണ്ട്. ഓക്കെ, ഈ APയിൽ 22 ടേംസ് ആണ് നമുക്ക് ഉള്ളതെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എത്ര ടേംസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫൈനൽ ടേം ഏതാണെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ പറയുക, ആ ഫൈനൽ ടേമിൻ്റെ പൊസിഷൻ നോക്കുക. ആ പൊസിഷൻ ആയിരിക്കും നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോയിൽ കവർ ചെയ്യാം. അടുത്തത് ഇനി ഈ ചാപ്റ്ററിലുള്ളത് APയുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, കുറച്ച് ടേംസിൻ്റെ സമ്മ് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.